ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോവുകയാണ്. ആ യാത്രയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കുഞ്ഞു യാത്ര എന്ന് പറയുമ്പോൾ വേറെങ്ങുമല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിലേക്ക്, വിനിച്ചേൻ്റെ വീട്ടിലേക്ക്, താമരക്കുളത്തേക്കാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പോകുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, രുക്കുനെ കൂട്ടിയില്ല. ബുള്ളറ്റിലായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അപ്പം കുഞ്ഞ് സേഫായിട്ട് അമ്മയുടെ കയ്യിലിരുന്നോളൂ, വഴക്കൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പോയിട്ട് ഇന്ന് തന്നെ വരികയും ചെയ്യും. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് രസമായിരിക്കുമല്ലോ ഇതിൽ ഒറ്റയ്ക്ക് പോകുന്നത്. അങ്ങനെ എൻജോയ് ചെയ്ത് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടായിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അതെന്താണെന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഇങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനൊരു യാത്ര ഞാനൊട്ടും പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണിത്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പം ഇങ്ങനെ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു യാത്ര ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഞാൻ. കുഞ്ഞിനെ കൊണ്ടൊക്കെ പോയി കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ സ്വന്തം മക്കളിലായിരിക്കുമല്ലോ. അവർക്ക് എങ്ങനെ ഉണ്ടായിരിക്കും, അവർ ഓക്കെ ആണോ, ഫുഡ് കൊടുക്കണം അല്ലേ, വെയിൽ കൊള്ളും മഴ കൊള്ളും, അങ്ങനെയൊക്കെ ഓരോ ടെൻഷനായിരിക്കുമല്ലോ നമുക്കുള്ളിലുണ്ടാകുന്നത്. അപ്പോൾ അവളെ അമ്മയുടെ കയ്യിലായതുകൊണ്ട് എനിക്കൊരു സമാധാനമായിട്ട് ഞങ്ങൾക്ക് പോവുകയും ചെയ്യാം, അതൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം നടുവും കാലും ഒക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്ക് നിർത്തി ഞങ്ങൾ ചായയും ഒരു ഉഴുന്നോടെയൊക്കെ മേടിച്ച് കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തു. നടുവും കാലും ഒക്കെ ഒന്ന് ഇരുന്നും കാലൊക്കെ മടക്കി ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. രാവിലെ 6 മണിയായപ്പോൾ ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പം വെയിലിൻ്റെ കാഠിന്യം അധികം ഉണ്ടായിട്ടുമില്ല. ഉച്ചയാകുമ്പോഴാണല്ലോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലുണ്ടാകും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. കായംകുളം എത്താറായി. ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേയും കൂടാണ്. എൻ്റെ സുമംഗല അമ്മയുടെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ അമ്മയ്ക്കൊരു ഒരു ഗിഫ്റ്റ് മേടിക്കണം. അമ്മയ്ക്ക് സെറ്റ് മുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. സെറ്റ് മുണ്ട്, സെറ്റ് സാരിയൊക്കെ. സെറ്റ് മുണ്ടാണ് ആൾക്ക് ഏറ്റവും പ്രിയം. അങ്ങനെ ഒരു സെറ്റ് മുണ്ട് മേടിച്ച് അച്ഛന് 2 കൈലിയൊക്കെ മേടിച്ച് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കളറാണാവോ, അങ്ങനെ ഒരു നീല കളറ് നോക്കിയാണ് സെറ്റ് മുണ്ട് മേടിച്ചത്. കൂട്ടത്തിൽ അച്ഛനും മേടിച്ചു 2 കൈലി. അങ്ങനെ SM ഞങ്ങൾ കയറിയിരിക്കുന്നത്. അങ്ങനെ SM കയറി അവർക്ക് 2 വേണ്ടതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കൂട്ടത്തിൽ. അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം കൂടെ മേടിച്ചു കൊടുക്കണമല്ലോ. സെറ്റ് മുണ്ടൊക്കെ ചിലപ്പോൾ അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടാവും, പിറന്നാളല്ലേ മക്കൾ മേടിച്ചുകൊണ്ട് വരുമായിരിക്കും എന്നൊക്കെ. അപ്പോൾ കൂട്ടത്തിൽ അമ്മ പ്രതീക്ഷിക്കാത്തൊരു കാര്യം കൂടെ മേടിക്കണമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരിക്കണം എന്നുള്ളത് പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. അത് വിനിച്ചേനോട് ഞാൻ ആദ്യം പറഞ്ഞില്ല, പതുക്കെയാണ് ഞാൻ വിനിച്ചേനോട് പറഞ്ഞത്. വീട്ടിൽ താമരക്കുളം എത്താറായപ്പോഴാണ് ഞാൻ വിനിച്ചേനോട് പറഞ്ഞത് അമ്മയ്ക്കൊരു മിഞ്ചി മേടിച്ചു കൊടുക്കണമെന്ന്. കുറച്ച് നാളിന് മുന്നേ അമ്മ എന്നോടിങ്ങനെ പറഞ്ഞായിരുന്നു, മോളെ എങ്ങനെ TV-യിലോ എവിടെയോ കണ്ടപ്പോഴായിരിക്കും അമ്മ എന്നോടിങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് മിഞ്ചി ഇടാൻ നല്ല ആഗ്രഹമുണ്ട് മോളെ എന്നോട് ഒരു ദിവസം പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഏതൊരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ മേടിച്ചു കൊടുക്കാം. അങ്ങനെ താമരക്കുളം എത്തിയിട്ട് രാജേഷണ്ണൻ്റെ കടയിൽ നിന്ന്, വിളിച്ചെൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് ഒരു മിഞ്ചി മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്കെത്തിയപ്പോൾ ജാനൂട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും ആൾക്ക് എന്ത് പെട്ടെന്ന് മാമനും വന്നേന്നൊക്കെ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ എടുത്ത് പൊക്കി ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ ഹാപ്പിയായി. ഞാനും വിനിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ എൻ്റെ പുറകിലാണ്. പിന്നെ ഞാൻ അമ്മയെ വിളിച്ചിട്ട്, അമ്മ അയ്യോ എന്താ ഈ പിള്ളേരിത് മേടിച്ചോണ്ട് വന്നേക്കുന്നത്, എന്തിനായിരുന്നു ഇപ്പോൾ ഇതെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അമ്മയുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഫുൾ ഹാപ്പിയാവും. അമ്മ ചിരിച്ച് കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണല്ലോ മക്കൾ എവിടെ ആയാലും അവരും ഹാപ്പി ആവുക. അങ്ങനെ മിഞ്ചിയും ഒക്കെ കാലിലിട്ട് കൊടുത്ത് സെറ്റും മുണ്ടോ കൊടുത്ത് ഞാൻ അമ്മയെ ഹാപ്പിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിനിച്ചോണ്ടെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു, അത് ഞാൻ എടുത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഈ യാത്ര. എൻ്റെ ജാനിക്കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോവാം. അതിന് അഡ്മിഷൻ എടുക്കണം. സ്കൂൾ ജൂണിലേ തുറക്കുള്ളൂ. അപ്പോൾ അതിനെടുക്കാനായിട്ട് പോകണം, അഡ്മിഷൻ എടുക്കാനായിട്ട്. അങ്ങനെ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും മാമൻ്റെയും മാമിയുടെയും ഒക്കെ കാലിൽ കുഞ്ഞ് തൊട്ട് തൊഴുത് അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. കുഞ്ഞിനെ ചേർക്കുന്നത് നൂറനാട് ശബരിയിലാണ് കുഞ്ഞിനെ ചേർക്കുന്നത്. അവളുടെ അമ്മയും അച്ഛനും വെളിയിലാണ്. ചേച്ചി കുവൈറ്റിലും ചേട്ടൻ മസ്കറ്റിലുമാണ്. അവർക്ക് വരാൻ കഴിഞ്ഞില്ല. ഈ യുദ്ധവും ടിക്കറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അവർക്ക് നാട്ടിലെത്താൻ സാധിച്ചില്ല.
അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒരു കുറവ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഉണ്ടാവരുത് എന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. എല്ലാവരും അച്ഛനമ്മമാരൊത്ത് സ്കൂളിൽ വരുമ്പം എൻ്റെ കുഞ്ഞിനതൊരു സങ്കടമാവരുതല്ലോ എന്നേ ഞാനും വിളിച്ചെന്നെ കരുതിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസത്തേക്ക് അവൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം രുക്കുവിനെ കൂടെ കൊണ്ടുവന്നത്. അവൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഈ ഒരു ദിവസം. പകുതി ദിവസമാണെങ്കിലും അവൾക്ക് വേണ്ടി മാത്രമായിരിക്കണമെന്ന് ഞാനേറെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവളുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അവൾക്ക് അഡ്മിഷൻ എടുക്കണം. കുഞ്ഞിൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു മൊമെൻ്റ് ആണല്ലോ സ്കൂളിൽ പോകാമെന്നുള്ളത്. അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പം അവിടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങൾ മാമിയും മാമനും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ സ്കൂളിലെത്തി പ്രിൻസിപ്പലിനെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് ഫോമൊക്കെ വിളിച്ചേട്ടൻ ഫില്ല് ചെയ്ത് കൊടുത്തു. പ്രൂഫൊക്കെ നോക്കി ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് നേരെ ഫീസ് അടയ്ക്കാൻ പോയി. ഫീസൊക്കെ അടച്ചിട്ട് യൂണിഫോമിൻ്റെ കാര്യങ്ങളും ബുക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. അതൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ ടീച്ചർമാരുമായിട്ട് ജാനൂട്ടൻ ഭയങ്കര കമ്പനി ആയിട്ടോ. അവൾക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ, സ്കൂളിൽ ടീച്ചർ അടിക്കും എന്നുള്ള ധാരണയായിരുന്നു കുഞ്ഞിന്. പിന്നെ ആ പേടി അവൾക്ക് മാറി. സ്കൂളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ടീച്ചർമാരെ കണ്ടപ്പോഴത്തേക്ക് അവൾ ഹാപ്പിയായി. എന്നിട്ട് അവൾ ക്ലാസ് റൂമും കളിക്കുന്ന സ്ഥലവും ഒക്കെ ടീച്ചറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ക്ലാസ് റൂമും കളിക്കുന്ന സ്ഥലമൊക്കെയാണ് ഞാൻ കണ്ടപ്പം എൻ്റെ രുക്കുവിനെ ഞാൻ ഓർത്ത് പോയി. അവളെ ഇതുപോലെ കൊണ്ടുവരണമല്ലോ, അവളെ ഇതുപോലെ ഇരുത്തണ്ടല്ലേ എന്ന്. ക്ലാസ് റൂമൊക്കെ കൊള്ളാൻ, കളിക്കുന്ന സ്ഥലമൊക്കെ കൊള്ളായിരുന്നു. അവളതിലെല്ലാം കയറിയിരുന്നു. പിന്നെ ആ ചട്ടിക്ക് വരണമെന്നില്ല, അവിടെ നിൽക്കണമെന്നായി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ജൂൺ 3 സ്കൂൾ തുറക്കുന്നത്, അപ്പോൾ വന്നാൽ മതി, നമുക്കിപ്പോൾ പോവാം, പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അവളെ കൊണ്ടുവന്നത്. കാര്യം പറഞ്ഞപ്പോൾ കുഞ്ഞിന് മനസ്സിലായി. അങ്ങനെ അവരോട് കാര്യമൊക്കെ പറഞ്ഞ് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്താണ് ജാനൂട്ടെ വെളിയിലേക്ക് ഇറങ്ങുന്നത്. സ്കൂളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂട്ടുകാരെയൊന്നും അധികം കാണാത്തതുകൊണ്ട് അവർക്ക് സങ്കടവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് കാണാം, കളിക്കാം, പഠിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല വെയിൽ തുടങ്ങി. അപ്പോൾ അവളെ സേഫാക്കി ഇരുത്തണമല്ലോ. പിന്നെ എൻ്റെ കയ്യിലുള്ള ടർക്കിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഷോൾ ഉള്ളതുകൊണ്ട് അവൾ അതിനകത്ത് പൊതിഞ്ഞാണ് ഞാൻ തിരുത്തിയേക്കുന്നത്, വെയിൽ കൊള്ളിക്കാതെ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അഡ്മിഷൻ എടുത്തപ്പോൾ ഒരു സമാധാനം. വെയിലല്ലേ, എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും കുഞ്ഞിന് മേടിച്ചു കൊടുക്കാം, ജ്യൂസ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് മേടിച്ചുകൊണ്ട് പരിചയമുള്ളൊരു കടയിൽ തന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് പൈനാപ്പിൾ ജ്യൂസും കഴിക്കാനുള്ളതും മേടിച്ച് ഞങ്ങളെല്ലാം കുടിച്ചു. അവൾക്ക് തണ്ണിമത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തണ്ണിമത്തങ്ങ മതി എന്നും പറഞ്ഞ് അവളെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പൈനാപ്പിൾ നല്ലതാണെന്ന് കുടിച്ചു നോക്ക്, സൂപ്പറാന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് കുടിച്ചു കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. മൊത്തം അവൾ വയറ്റിലാക്കി. അങ്ങനെ അതും കുടിച്ചിട്ട് അവൾക്ക് മുട്ടായി മേടിച്ച് പാപ്പൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ കടയിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തിയിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് ഇവളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ വീട്ടിലോട്ട് കയറാനുണ്ട്. എൻ്റെ വീട് ചെട്ടിലങ്കരയാണ്, എൻ്റെ വീടാണ് താമരക്കുളത്ത്. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലൂടെ കയറാനുണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇവളെ വീട്ടിൽ സേഫാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ. ഞാൻ പോവണ്ട, മാമി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട് ആൾ. വിഷമമൊക്കെ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് കട്ടിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഉറക്കാൻ കിടത്തി കാര്യമൊക്കെ പറഞ്ഞു. രുക്കു അവിടെ ഒറ്റയ്ക്കാണ്, രുക്കു വഴക്കിടും, രുക്കു കരയും എന്നൊക്കെ പറഞ്ഞിട്ട് മാമൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ ഒരുവിധം മെരുക്കിയെടുത്തിട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആദ്യം കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഉറക്കമൊക്കെ വരുന്നതിൻ്റെ ഇതിലായതുകൊണ്ട് അമ്മ പിന്നെ അവളെ അങ്ങ് ഉറക്കി. അവൾ കരയുന്ന കാണുമ്പോൾ നമുക്കും വിഷമമാണല്ലോ. അങ്ങനെ അവളെ സമാധാനിപ്പിച്ചിട്ട് അച്ഛനും അമ്മയോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങി. പിന്നെ ചെള്ളങ്കര ചെന്ന വിശേഷമൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വേഗം നേരം ധൃതി വെച്ചിറങ്ങുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കാൻ പറ്റണ്ടേ, ഫുള്ള് മഴ. റെയിൻകോട്ടും ഇല്ല. ഞങ്ങൾക്ക് 2 പേർക്കും റെയിൻകോട്ടില്ല. വിനിച്ചേട്ടനൊരു കോട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനിച്ചേട്ടൻ പറഞ്ഞു നീ ഇട്ടോടി കോട്ടിട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് മഴയൊന്ന് ആസ്വദിക്കണം. കുഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ടെൻഷനില്ലല്ലോ. ഈ ചൂടത്ത് ഈ മഴ നനയുന്നത് എന്ത് രസമല്ലേ. അപ്പോൾ കാറിലിരിക്കുന്ന പിള്ളേർ ഓരോരുത്തരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ഞാനിങ്ങനെ മഴ ആസ്വദിക്കുന്നത് കണ്ടിട്ട്. ഞാൻ കൈയൊക്കെ ഇങ്ങനെ വെച്ച് മഴത്തുള്ളിയൊക്കെ കയ്യിലൊക്കെ ആക്കി ഇങ്ങനെ കളിച്ചൊക്കെ ആയിരുന്നു വണ്ടിയുടെ പുറകെ ഇരുന്നത്. നല്ല രീതിയിൽ മഴ നനഞ്ഞു, നല്ല രസമായിരുന്നത് മഴ നനഞ്ഞുള്ളൊരു യാത്ര. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് എറണാകുളം എത്താറായപ്പോൾ ഞങ്ങളൊരു ഇടയ്ക്ക് നടുവൊക്കെ നിവർത്തണ്ടായോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊരു കടയിലിറങ്ങി ചായയും കഴിച്ചേ കാ ബജിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ യാത്ര തുടങ്ങി. വീണ്ടും
ഇതൊരു ഫുഡ് കോർട്ട് പോലെ ഒരു സംഭവമാണ് കേട്ടോ, റോഡ് സൈഡിൽ തന്നെ. അവിടെ കയറിയാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കുന്നുമുണ്ട്, എല്ലാവർക്കും ഒരു ടെൻഷൻ. മഴയൊക്കെയാണ്, ഞങ്ങൾ അമ്മമാരോട് പറഞ്ഞില്ല, നല്ല മഴയുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ ടെൻഷൻ അടിക്കില്ല, എത്തുന്നിടം വരെ ടെൻഷൻ ആവുമല്ലോ. മഴയാന്ന് ഞങ്ങൾ മിണ്ടിയില്ല. വീട്ടിലെത്തിയപ്പോഴാണ് അവരറിയുന്നത് മഴയാന്നുള്ളത്. അങ്ങനെ ഫുള്ള് മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞട്ടു, അതിനൊന്ന് പിഴിയാനേ ഉള്ളൂ. എറണാകുളം എത്തിയപ്പോഴത്തേക്ക് പിന്നെ മഴയില്ല, അതുവരെ ഭയങ്കര മഴയായിരുന്നു. എറണാകുളം എത്തിയപ്പോൾ മഴയില്ല. പിന്നെ ഞാൻ വൺ സൈഡിരുന്നിട്ട് തുണിയൊക്കെ മാക്സിമം അങ്ങനെ വിരിച്ചിട്ട് ഉണക്കുമായിരുന്നു. എറണാകുളം എത്താറായപ്പോൾ ചെറിയ ബ്ലോക്ക് തുടങ്ങി. ചെറിയൊരു ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ, റോഡ് പണി നടക്കുകയല്ലേ, ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഭയങ്കര ബ്ലോക്കിലൊന്നും പെടാതെ ഞങ്ങളെന്തായാലും എറണാകുളം എത്തി. എറണാകുളം എത്തിയിട്ട് ആണ് ഓർത്തത്, ഈ രുക്ക് കുട മേടിക്കുന്ന കാര്യം രുക്ക് പറഞ്ഞായിരുന്നു. ഞാൻ തലേന്ന് പറഞ്ഞിരുന്നു അവളോട്, ചേച്ചി അഡ്മിഷൻ എടുക്കാൻ പോവും, അപ്പോൾ മക്കൾ കരയില്ല, അമ്മൂമ്മയായിട്ട് തടങ്ങിയിരിക്കണേ, കുടയൊക്കെ മേടിച്ചുകൊണ്ട് വരാം, രുക്കുവിനെ സ്കൂളിൽ ചേർക്കാറായല്ലോ, അപ്പോൾ കുടയൊക്കെ മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കുട മേടിക്കാതെ എങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലും, അവളെ ഒന്ന് ഹാപ്പി ആക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ട് അവിടെ റിയൽ ബസാറുണ്ട്, അവിടെ കുഞ്ഞുങ്ങളുടെ മാത്രം ഒരു കളക്ഷൻസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ബുക്കും ബാഗുകളും കുടകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അവിടെ. അങ്ങനെ അവിടെ നിന്ന് ഒരു കുടയും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഞങ്ങളങ്ങനെ അവളെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്ത് കേട്ടോ, പ്രത്യേകിച്ച് ഞാൻ. വിനിച്ചേട്ടൻ അങ്ങനെ ഒരു ദിവസമൊക്കെ അവളെ വിട്ട് നിന്നിട്ടുണ്ട്. എങ്കിലും വിനിച്ചേട്ടന് അവളെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ മിസ് ചെയ്ത് ഇത്രയും നേരം നിന്നിട്ടില്ല ഞങ്ങൾ. ഞാൻ പ്രത്യേകിച്ച് അവളെ ഇങ്ങനെ വിട്ട് ഒരു മണിക്കൂറൊക്കെ എവിടെയെങ്കിലും പോയി നിൽക്കുന്നതല്ലാണ്ട്, എവിടെയെങ്കിലും കടയിലൊക്കെ പോകുന്നതല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയും നേരം അവളെ മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി, മിനിച്ചേട്ടൻ ഹാപ്പിയായി. കുട കണ്ടതിന് സന്തോഷം കണ്ടില്ലേ അവിടെ, കുടയെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ എന്നോട് വിശേഷം ചോദിക്കുക, ചേച്ചി സ്കൂളിൽ ചേട്ടോ അഡ്മിഷൻ എത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളോട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ ഹാപ്പിയായി. കുട കണ്ടപ്പോൾ നാളെ സ്കൂളിൽ പോകുമെന്നും പറഞ്ഞിരിക്കുമോ രുക്കു. ഇല്ലെന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ വടി ചേർക്കാറായി, ജൂണിൽ അവളെ ചേർക്കാമെന്ന് വെച്ചിരിക്കുക ഞങ്ങൾ. അങ്ങനെ ഉമ്മയെ കൊടുത്ത് ഞങ്ങളകത്തേക്ക് കയറി. അയ്യോ, ഇനി ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായിട്ടൊന്ന് കയറി കിടക്കണം, നടുവൊന്ന് നിവർത്തി, കൈയും കയറി നിവർത്തി ഒന്ന് കിടക്കണം. അങ്ങനെ കുഴഞ്ഞ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. കൊണ്ടുവന്ന പാപ്പമൊക്കെ അവൾ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് രുക്കു ഞങ്ങളും വരുന്നതായിരിക്കും.